കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മലയാളികൾ സാമൂഹ്യ ദൃശ്യ മാധ്യമങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു പബ്ലിക് ഇഷ്യൂ സംബന്ധിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഡ്രൈവർ യദു ബലിയാടാകുമോ എന്നാണ് എന്റെ ചോദ്യം. ഒരു വശത്ത് ഒരു പാവപ്പെട്ട KSRTC ഡ്രൈവർ, മറുവശത്ത് പൗരപ്രമുഖയായ മേയർക്കൊപ്പം ഭർത്താവായ MLA, ഭരണകക്ഷി നേതാക്കൾ, യുവജന സംഘടനാ നേതാക്കൾ, പോലീസ്, പിന്നെ കുറെ സർക്കാർ സപ്പോർട്ടേഴ്സ്, ഇവരെല്ലാം കട്ടയ്ക്ക് നിൽക്കുകയാണ്. അധികാര ധാർഷ്ട്യത്തിന്റെ വിപ്ലവ സിംഹങ്ങളെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുകയില്ല. മേയർമ്മ ഉന്നയിച്ച കല്ലുവച്ച നുണബോംബുകൾ 1 by 1 ചീറ്റിപ്പോയ വിവരം അരിയാഹാരം കഴിക്കുന്നവർക്ക് ബോധ്യപ്പെട്ടതാണ്. ഒരു KSRTC ഡ്രൈവർ തെരുവിലെ ചെണ്ട പോലെയാണ്, ആർക്കും കോട്ട. ന്യായാന്യായങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. പൊതുബോധം അവർക്കെതിരെ പ്രവർത്തിക്കുന്ന കാര്യവും നമുക്കൊക്കെ ഏറെക്കുറെ വ്യക്തമായിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഡ്രൈവർക്ക് തുണയായത് CCTV ദൃശ്യങ്ങളും 12 യാത്രക്കാർ പങ്കുവച്ച അനുഭവങ്ങളുമാണ്. യദു ചെയ്ത തെറ്റ് മേയറും MLA ആയ ഭർത്താവും സഞ്ചരിച്ച സ്വകാര്യ കാറിന് പട്ടം മുതൽ പാളയം വരെയുള്ള ദൂരം മറികടക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തില്ല എന്നതാണ്. ഏതായാലും ഇടതുവശത്തുകൂടെ നിയമം ലംഘിച്ച് മേയറുടെ കാർ ബസ്സിനെ മറികടന്ന് പാളയത്തിന് സമീപം സീബ്ര ലൈനിൽ കാർ കുറുകെ നിർത്തി ബസ് തടഞ്ഞ് മേയറും കാറിൽ ഉണ്ടായിരുന്ന മറ്റു രണ്ടുപേരും കൂടി ബസിന്റെ വലതുവശത്ത് ഡ്രൈവർ ഡോർ തുറന്നു പിടിച്ച് റോഡ് നിന്റെ തന്തയുടെ വകയാണോടാ എന്ന് ഡ്രൈവറോടും നിങ്ങളുടെ തന്തയുടെ വകയാണോ എന്ന് ഡ്രൈവർ തിരിച്ചു ചോദിച്ചുകൊണ്ടാണ് തർക്കം തുടങ്ങിയത്. ബസിന്റെ ഇടതുവശത്തെ ഡോർ വലിച്ചു തുറന്ന് മേയറിന്റെ MLA ആയ ഭർത്താവ് ബസ്സിൽ പ്രവേശിച്ച് യാത്രക്കാരെ ഇറക്കിവിട്ട് ബസ്സിൽ ഈ സംഭവം റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു യാത്രക്കാരന്റെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു വാങ്ങി വീഡിയോ ഡിലീറ്റ് ചെയ്ത് സാമൂഹ്യ പ്രതിബദ്ധത തെളിയിക്കുകയും ചെയ്തു. സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് എത്തി ബസ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിൽ എത്തിച്ച് ലഹരി പരിശോധന നടത്തി. ഡ്രൈവർ ആ കാര്യത്തിൽ നിരപരാധിയെന്ന് അപ്പോൾ തന്നെ ബോധ്യപ്പെടുകയും ചെയ്തു. സംഭവം നടക്കുന്നത് തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് 2 കിലോമീറ്റർ മാത്രം അവശേഷിക്കുമ്പോഴാണ്. സമയം 10:20. തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ട ഒരു ബസ്സിലെ അവശേഷിക്കുന്ന 12 യാത്രക്കാരെ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനുള്ള സൗമനസ്യം മേയർമ്മയ്ക്കോ MLA സാറിനോ ഉണ്ടായില്ല. താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന ധാർഷ്ട്യമാണ് മേയർ കൊച്ചമ്മയെ കീഴടക്കിയിട്ടുണ്ടാവും. എന്ത് ചെയ്യാൻ? സച്ചിൻ ദേവ് MLAയും പ്രിയതമയ്ക്കൊപ്പം ഒരു പാവം ഡ്രൈവർക്കെതിരെ പടം നയിച്ചുകൊണ്ടിരുന്നു. ഡ്രൈവർ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചെന്ന് വാദിച്ചു. അത് പൊളിഞ്ഞു. അവസാനം മേയർമ്മ പൂഴിക്കടകം പ്രയോഗിച്ചു. ഒരു പ്രത്യേക ആക്ഷൻ ഡ്രൈവർ നടത്തിയെന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. മേയർമ്മ നിരത്തിയ ഓരോ ആരോപണങ്ങളും 8 നിലയിൽ പൊട്ടിയപ്പോൾ ഇതെങ്കിലും നിങ്ങൾ വിശ്വസിക്കൂ പ്ലീസ്, എനിക്കൊരു കുടുംബമുണ്ടെന്നായിരുന്നു അവസാന വാദം. പക്ഷേ ഇനിയും പറയുന്നത് നുണകളാണെന്ന് ജനങ്ങൾ അറിയരുതെന്ന് കരുതി അനുയായികൾ മെമ്മറി കാർഡ് വലിച്ചു മാറ്റി യുവജന വിഭാഗം തലവന്മാരെയും സൈബർ പോരാളികളെയും ആരും അറിയാതെ പോയ ഒരു സിനിമാ താരത്തെയൊക്കെ രംഗത്തിറക്കി. ആട്ടിൻകുട്ടിയോടുള്ള ആനയുടെ യുദ്ധപ്രഖ്യാപനം കേട്ട് ജനങ്ങൾ ചിരിക്കാതിരിക്കുന്നെങ്കിൽ റോഡുകൾ ഓരോന്നും മേയറമ്മയെ ശ്വാസം മുട്ടിക്കുന്നതായി മാറി. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഒരു നുണ സ്ഥാപിക്കാൻ 1000 നുണ പറയേണ്ട ഗതികേടാണ് മേയറിനും കൂട്ടാളികൾക്കും. യദു ഒരു ബദലി ഡ്രൈവറാണ്. എംപാനൽക്കാരെ ഒഴിവാക്കിയ ശേഷം KSRTCയിൽ ജീവനക്കാരെ നിയമിച്ചത് ബദലി എന്ന പേരിലാണ്. 600-ലേറെ കിലോമീറ്റർ ദൂരം വാഹനം ഓടിച്ച് ക്ഷീണിതനായി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ 2 കിലോമീറ്റർ ബാക്കിയുള്ളപ്പോഴാണ് യദുവിനെ കസ്റ്റഡിയിലെടുത്ത് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ 10 മണിക്കൂർ ഇരുത്തി പോലീസ് വിനീത വിധേയത്വം പ്രകടിപ്പിച്ചു. യദുവാണ് ആദ്യം പരാതി നൽകിയതെങ്കിലും ആ പരാതി ചവറ്റുകൊട്ടയിലിട്ട പോലീസ് ഏമാന്മാർ മേയർ കൊച്ചമ്മയുടെ പരാതി 2 കൈയും നീട്ടി സ്വീകരിച്ച് വിധേയത്വം പ്രകടിപ്പിച്ചു. ഒരു പന്തലിൽ 2 തരം വിളമ്പൽ. ജനാധിപത്യ തൊഴിലാളികളുടെ സർക്കാരിൽ നിന്നാണ് ഒരു KSRTC ഡ്രൈവർ അവഗണിക്കപ്പെട്ടത്. അമ്മായി ഉടച്ചത് മൺചട്ടിയും മരുമകൾ ഉടച്ചത് പൊൻചട്ടിയും. ആരാണ് യഥാർത്ഥത്തിൽ കുറ്റക്കാർ? സർക്കാർ ബസ് പൊതുനിരത്തിൽ തടഞ്ഞു നിർത്തി യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കിവിട്ടത് ഏതെങ്കിലും സാധാരണക്കാരനായാൽ എന്തായിരിക്കും പുക? 22 മണിക്കൂർ നേരത്തെ സേവനത്തിന് 1700 രൂപ കൂലിക്ക് കഠിനാധ്വാനം ചെയ്യുന്ന പാവം ഡ്രൈവറെ സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയത് ജനാധിപത്യത്തിന് ഭൂഷണമാണ്. ഡ്രൈവറുടെ ഫ്ലാഷ് ബാക്കുകൾ ചികഞ്ഞ് അവൻ ക്രിമിനലാണെന്ന് വാദിക്കുന്നവർ അത്തരം ക്രിമിനലുകളെ സർക്കാർ സംവിധാനത്തിൽ ജോലിക്ക് നിയോഗിച്ച് എന്ന അടിസ്ഥാനത്തിലാണ്? ചാഞ്ഞു കിടക്കുന്ന മരത്തിൽ ഓടിക്കയറുന്ന പരിപാടിയല്ലേ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? യാതൊരുവിധ പക്വതയുമില്ലാത്ത ഒരാളെ കോർപ്പറേഷൻ മേയറാക്കി പിൻസീറ്റ് ഡ്രൈവ് ചെയ്ത് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന്റെ മഹത്വമാണോ അതോ രാഷ്ട്രീയ ഗതിക്കോ? നിയമത്തിന് മുമ്പിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്നതിന് പകരം KSRTC ഡ്രൈവർ സംഖ്യയാണ്, ക്രിമിനലാണ് എന്നൊക്കെ സൈബർ അറ്റാക്ക് ചെയ്ത് ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ സത്യം തിരിച്ചറിയുന്ന ജനങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കും.
KSRTC മാനേജ്മെന്റ് ഇത്തരം സന്ദർഭങ്ങളിൽ നീതിപൂർവ്വം വർത്തിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. യദുവിനെതിരെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കാത്തതും യദു ഉന്നയിച്ച കാര്യങ്ങൾ വസ്തുതാപരവും ആയിരിക്കെ യദുവിനെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിച്ച് ബസ്സിനുണ്ടാക്കിയ കഷ്ടനഷ്ടങ്ങൾ ആര്യ രാജേന്ദ്രനിൽ നിന്ന് ഈടാക്കുവാൻ KSRTC തയ്യാറാകേണ്ടതുണ്ട്. ആർക്കും കൊട്ടാവുന്ന ചണ്ടകളാകാതെ ഇത്തരം നെറികേടുകളെ ചോദ്യം ചെയ്യാനുള്ള കരുത്ത് KSRTC ഡ്രൈവർമാരും ആർജിക്കേണ്ടതുണ്ട്. ഓരോരുത്തരും കണ്ണു തുറന്നു കാണുക. തെരുവുകൾ ആർക്കും തീരെഴുതി കിട്ടിയതല്ല. എല്ലാവർക്കും തുല്യ അവകാശത്തോടെ സന്തോഷത്തോടെ കൃത്യസമയത്തിന് എത്തിച്ചേരാനുള്ള പ്രതീക്ഷകളാണ്. നിങ്ങൾ തെരുവിൽ തനിച്ചാൽ കൂടെ ജോലി ചെയ്ത കണ്ടക്ടർ പോലും നിശബ്ദനായി തുടരുമ്പോഴും നിങ്ങൾക്ക് പ്രതിരോധിച്ച് നിൽക്കാൻ നിങ്ങളാണ്. നിശബ്ദത വെടിയണം. നിഷേധികളെ ചെറുക്കാൻ നിങ്ങൾക്ക് കഴിയാത്തിടത്തോളം നിങ്ങൾ അടിമകളാണ്. നീതി നിഷേധത്തിന്റെ മുഖം പേറുന്ന ഇരുകാലികൾ. Thank you.